ഹലോ ഡിയർ സ്റ്റുഡൻസ്, വിഷൻ നമ്പറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാർത്ഥികളെ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന കേരളത്തിൻ്റെ സ്വന്തം ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഏതൊക്കെ കോഴ്സുകളിലേക്കാണ് അഡ്മിഷൻ ഉള്ളതെന്നും അവയുടെ ഫീ ഡീറ്റെയിൽസും മറ്റ് അനുബന്ധ കാര്യങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിലെ എല്ലാ വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് SUIൻ്റെ ലക്ഷ്യം. അതിലുപരി അത് വിദ്യാർത്ഥികൾക്ക് വളരെ കാര്യക്ഷമമായിട്ടും എളുപ്പത്തിലും സൗകര്യത്തിലും ആക്സസ് ചെയ്യാമെന്ന പ്രത്യേകതയും യൂണിവേഴ്സിറ്റിക്കുണ്ട്. SUIൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് കൊല്ലം ജില്ലയിലാണ്. അതുപോലെ കേരളത്തിൽ തന്നെ 5 റീജിയണൽ സെൻറ്റേഴ്സും 23 ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സും ഉണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് പ്രായഭേദമന്യേ വളരെ ഫെമിലിയർ ആയിക്കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ നിന്നും വിവരങ്ങൾ നേരിട്ടറിഞ്ഞ് പഠനം തുടങ്ങാം. 4 ഇയർ പ്രോഗ്രാമുകളായ BA ഇംഗ്ലീഷ്, BA മലയാളം, BA ഹിസ്റ്ററി, BA സോഷ്യോളജി, BBA, BCom എന്നീ പ്രോഗ്രാമുകളിലേക്കും 3 ഇയർ പ്രോഗ്രാമുകളായ BA അഫ്ലുൽ ഉലമ, BA അറബിക്, BA ഹിന്ദി, BA സംസ്കൃത്, BA ഇക്കണോമിക്സ്, BA നാനോ എൻ്റർപ്രണർഷിപ്പ്, BA ഫിലോസഫി, BA പൊളിറ്റിക്കൽ സയൻസ്, BA സൈക്കോളജി, BCA, BSc ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്നീ പ്രോഗ്രാമുകളിലേക്കും +2 പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഇനി PG പ്രോഗ്രാമുകളിൽ MA അറബിക്, MA ഇംഗ്ലീഷ്, MA ഹിന്ദി, MA മലയാളം, MA സംസ്കൃത്, MA ഇക്കണോമിക്സ്, MA ഹിസ്റ്ററി, MA ഫിലോസഫി, MA പൊളിറ്റിക്കൽ സയൻസ്, MA പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MA സോഷ്യോളജി, MCom എന്നീ പ്രോഗ്രാമുകളിൽ ഏതെങ്കിലും വാലിഡ് ആയിട്ടുള്ള ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ അപേക്ഷിക്കാം. ഇവ കൂടാതെ MBA, MCA പ്രോഗ്രാമുകൾ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിൽ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. 6 മാസം ദൈർഘ്യമുള്ള സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകളും അവൈലബിൾ ആണ്. ഇനി പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസുകൾ നോക്കാം. SUIൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതിൽ അഡ്മിഷൻ 2025-26 എന്നതിൽ ടാപ്പ് ചെയ്താൽ ഓരോ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ്. ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ടായിരിക്കും. അത് പ്രോഗ്രാമിൽ അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. ആധാർ ലിങ്ക് ചെയ്ത വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ ഇമെയിൽ ID-യും. ഇത് യൂണിവേഴ്സിറ്റിക്ക് നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ID-യാണ് ABC ID-യും DEB ID-യും. ഈ ID-കളെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ആർക്കെങ്കിലും ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന പേജിൽ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ പ്രോസ്പെക്ടസ് 2025-26 എന്നതിൽ ക്ലിക്ക് ചെയ്താൽ യൂണിവേഴ്സിറ്റിയുടെ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത് ആ ഒരു ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ PDF നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ യൂണിവേഴ്സിറ്റിയെക്കുറിച്ചും അതുപോലെ റീജിയണൽ സെൻറ്റേഴ്സ്, ലേണിംഗ് സപ്പോർട്ട് സെൻറ്റേഴ്സ്, പ്രോഗ്രാമുകളുടെ ഫീ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ 5 റീജിയണൽ സെൻറ്റേഴ്സിൻ്റെ കീഴിലായി വരുന്ന 23 LSCകളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സെൻറ്റർ ചൂസ് ചെയ്യാം. അതായത് ഈ ലേണിംഗ് സപ്പോർട്ട് സെൻറ്ററുകളിലാണ് യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയൽസിൻ്റെ വിതരണം ഉണ്ടാവുക. ക്ലാസ്സുകൾ ശനി ഞായർ ദിവസങ്ങളിലായിരിക്കും നടത്തുക. ഇനി നമുക്ക് ഫീസിൻ്റെ കാര്യങ്ങൾ നോക്കാം. അഡ്മിഷൻ സമയത്ത് ആദ്യ സെമസ്റ്റർ ഉൾപ്പെടെയുള്ള ഫീസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 4 ഇയർ ആൻഡ് 3 ഇയർ BA പ്രോഗ്രാമുകൾക്കും BCom പ്രോഗ്രാമുകൾക്കും 4530 രൂപയാണ് അഡ്മിഷൻ ടൈമിൽ അടയ്ക്കേണ്ടത്. സെമസ്റ്റർ വൈസ് ആകുമ്പോൾ 2860 രൂപയും. BBA പ്രോഗ്രാമുകൾക്ക് 5330 രൂപ അഡ്മിഷൻ ടൈമിലും 3660 രൂപ സെമസ്റ്റർ വൈസും. BCA പ്രോഗ്രാമുകൾക്ക് 6330 രൂപയും അഡ്മിഷൻ ടൈമിൽ 4660 രൂപ സെമസ്റ്റർ വൈസുമാണ് അടയ്ക്കേണ്ടത്. അതുപോലെ BSc ഡാറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സിൽ 9570 രൂപ അഡ്മിഷൻ ടൈമിലും 8000 രൂപ സെമസ്റ്റർ വൈസും. ഇനി MA പ്രോഗ്രാമുകൾക്കും MCom പ്രോഗ്രാമുകൾക്കും അഡ്മിഷൻ ടൈമിൽ 5270 രൂപയും 3500 രൂപ സെമസ്റ്റർ വൈസും അടയ്ക്കേണ്ടതാണ്. അതാത് പ്രോഗ്രാമുകളിൽ ഓരോ സെമസ്റ്ററും പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ എക്സാം ഫീസും സെപ്പറേറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാമുകളെക്കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെ ഓരോ പ്രോഗ്രാമുകൾക്ക് നേരെയും ഇതിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകൾക്ക് നേരെ ക്ലിക്ക് ചെയ്ത് സിലബസ് വ്യൂ എന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു പ്രോഗ്രാമിൻ്റെ കംപ്ലീറ്റ് സിലബസും നിങ്ങൾക്ക് കാണാം. അത് PDF രൂപത്തിൽ നിങ്ങളുടെ ഫോണിൽ ഡൗൺലോഡ് ആവും.
ഇനി അഡ്മിഷൻ എടുക്കാൻ എന്തൊക്കെയാണ് ആവശ്യമായി വരിക എന്ന് നോക്കാം. പൂർണ്ണമായും ഓൺലൈൻ വഴിയാണ് അഡ്മിഷൻ പ്രൊസീജിയേഴ്സ്. വാലിഡ് ആയിട്ടുള്ള ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും വേണം. ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് അപ്ലൈ ചെയ്യാൻ +2 സർട്ടിഫിക്കറ്റ്, SSLC സർട്ടിഫിക്കറ്റ്, ആധാർ, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈറ്റ് പേപ്പറിൽ നിങ്ങളുടെ സിഗ്നേച്ചർ എന്നിവയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. PG അഡ്മിഷന് +2 സർട്ടിഫിക്കറ്റിന് പകരം മാർക്ക് ലിസ്റ്റോട് കൂടിയ ഡിഗ്രി സർട്ടിഫിക്കറ്റും ബാക്കി മേൽ പറഞ്ഞ ഡോക്യുമെൻസുമാണ് അപ്ലോഡ് ആക്കേണ്ടത്. SC/ST സ്റ്റുഡൻസ് ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റും ആവശ്യമായിട്ടുണ്ട്. അഡ്മിഷൻ കാര്യങ്ങൾക്കോ മറ്റ് അനുബന്ധ കാര്യങ്ങൾക്കോ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. തുടർന്നുള്ള എല്ലാ സഹകരണങ്ങളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. യൂണിവേഴ്സിറ്റിയിലെ പുതിയ വിവരങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.